പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം മൂലം 2025 മെയ് 3 മുതൽ 10 വരെ. മേടം 20 ശനി മുതൽ 27 ശനി വരെ. ഭക്തജനങ്ങളെ, നമ്മുടെ അഭീഷ്ടവരദായകനായ ശ്രീ ധർമ്മശാസ്താവും ബാലഭദ്രാദേവിയും മഹാദേവനും ഗണപതിയും മറ്റു ഉപദേവതകളും ചൈതന്യം നിറഞ്ഞു കുടികൊള്ളുന്ന പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 5ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം മൂലം 2025 മെയ് 3 മുതൽ 10 വരെ നടത്തപ്പെടുന്ന വിവരം ഭക്തി പുരസ്സരം അറിയിക്കുന്നു. അയ്യനേ അയ്യപ്പനേ പുല്ലുകുളങ്ങര വാസനേ സ്വാമി ശരണം ശരണം തവ ചരണം അയ്യനേ. കലിയുഗത്തിന്റെ മോക്ഷമാർഗമാണ് ശ്രീമദ് ഭാഗവത കഥനവും ശ്രവണവും. നിരവധി യജ്ഞങ്ങൾ കൊണ്ടും പൂജാകർമ്മങ്ങൾ കൊണ്ടും ധന്യമായ പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഭാഗവത പ്രവചനത്തിലകം ബ്രഹ്മശ്രീ KSV കൃഷ്ണയ്യർ യജ്ഞാചാര്യനായും സർവശ്രീ ലതാകൃഷ്ണൻ, പാലാഴി കൃഷ്ണകുമാർ, P ശ്രീനിവാസ് അയ്യർ പാലക്കാട് എന്നിവർ യജ്ഞ പൗരാണികരായി നടത്തപ്പെടുന്ന സപ്താഹ യജ്ഞത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഭക്തിയാദരപൂർവം ക്ഷണിച്ചുകൊള്ളുന്നു. സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 2025 മെയ് മാസം 2-ാം തീയതി രാവിലെ 7 മണി മുതൽ കണ്ടല്ലൂർ തെക്ക് ഈശ്വരവിലാസം 1060 നമ്പർ NSS കരയോഗത്തിന്റെ ശ്രീ ധർമ്മശാസ്ത്ര നാരായണീയ സമിതി അവതരിപ്പിക്കുന്ന ഏകാഹ നാരായണീയ യജ്ഞം നടത്തപ്പെടുന്നു. മെയ് 3 ശനിയാഴ്ച രാവിലെ 7:30 മുതൽ പുല്ലുകുളങ്ങര അഖണ്ഡനാമ യജ്ഞവേദിയുടെ 26ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള അഖണ്ഡനാമ യജ്ഞം ഉണ്ടായിരിക്കുന്നതാണ്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സപ്താഹ യജ്ഞത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് യജ്ഞശാലയിൽ പ്രതിഷ്ഠിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര 2025 മെയ് 3 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് വലിയഴീക്കൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച് വിവിധ ക്ഷേത്രങ്ങളിൽ നൽകുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മുതുകുളം മാമൂട് ജംഗ്ഷനിൽ എത്തിച്ചേരുന്നതും അവിടെ നിന്ന് ആറാട്ട് കൊട്ടാരത്തിലെത്തി വിവിധ വാദ്യഘോഷങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരുന്നതാണ്. തുടർന്ന് ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ സതീഷ് നമ്പൂതിരി യജ്ഞാചാര്യന് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ച് യജ്ഞശാലയിലേക്ക് ആനയിക്കുന്നതും ക്ഷേത്രം തന്ത്രി അമ്പലപ്പുഴ ബ്രഹ്മശ്രീ പ്ലാക്കുടി കേശവൻ നമ്പൂതിരി ഭദ്രദീപ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നതുമാണ്. ആചാര്യവരണത്തിനു ശേഷം യജ്ഞാചാര്യൻ ഭാഗവത മാഹാത്മ്യ പാരായണവും പ്രഭാഷണവും നടത്തുന്നതാണ്. ഭദ്രദീപ പ്രതിഷ്ഠയ്ക്ക് ശേഷം കണ്ടല്ലൂർ തെക്ക് കൊച്ചുതറയിൽ സുരൈവിൽ ഡോക്ടർ P രാജേന്ദ്രൻ നായർ ദേവിയുടെ തിരുനടയിൽ വഴിപാടായി നിർമ്മിച്ച സേവപ്പന്തലിന്റെ സമർപ്പണം ഉണ്ടായിരിക്കുന്നതാണ്. അരുണകിരണമൊഴുകിടുന്ന ഭയമാമല അഖില ദുരിത ശമനമേകും അമൃതമാമല ശാസ്താവ് വാഴുന്ന ശരണമാമല ശനിയകന്നു ശാന്തമായ ശുഭതമാമല. പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 5ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ 1-ാം ദിവസം മെയ് 4 ഞായറാഴ്ച രാവിലെ 5-ന് ഗണപതി ഹോമം, 7 മണി മുതൽ ഭാഗവത പാരായണം, പ്രധാന ഭാഗം വരാഹ അവതാരം, 8 മണി മുതൽ പ്രഭാഷണം, 9 മണിക്ക് പാരായണം തുടർച്ച, 11:30 മുതൽ പ്രഭാഷണം, ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രസാദമൂട്ട്, 2 മണി മുതൽ പാരായണം തുടർച്ച, വൈകിട്ട് 3:30 മുതൽ 4:30 വരെ പ്രഭാഷണം,
4:30 മുതൽ പാരായണം തുടർച്ച. 6:30 ദീപാരാധന. 6:30 മുതൽ 7:30 വരെ പ്രഭാഷണം. 7:30 മുതൽ സോപാന സംഗീതം. അവതരണം കുമാരി നവമി ഗോപൻ. നൃത്തനൃത്യങ്ങൾ. അവതരണം റോഷ്നി ജി പിള്ള, കുമാരി ശ്രീനന്ദ, കുമാരി വേദ ജയദേവൻ. കൃഷ്ണനാമ ജപം മംഗളം. ഹരിചരണ സ്മരണ പോലും സർവമംഗളം. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ 2ാം ദിവസമായ മെയ് 5 മേടം 22-ാം തീയതി തിങ്കളാഴ്ച യജ്ഞശാലയിലെ പതിവ് പൂജകൾക്ക് പുറമെ രാവിലെ 7 മണിക്ക് ഭാഗവത പാരായണം. പ്രധാന ഭാഗം ഭദ്രകാളി അവതാരം. ഉച്ചയ്ക്ക് 1 മണി മുതൽ പ്രസാദമൂട്ട്. 2ാം ദിവസത്തെ പ്രസാദമൂട്ട് സമർപ്പിക്കുന്നത് ശ്രീ ധർമ്മശാസ്ത്ര സേവാ സംഘം പുല്ലുകുളങ്ങര. വൈകിട്ട് 7:30 മുതൽ പ്രശസ്ത സോപാന സംഗീതജ്ഞൻ അമ്പലപ്പുഴ വിജയകുമാറിന്റെ സോപാന സംഗീതം. അടിതൊട്ടു മുടിയോളം ഉടൽ കണ്ടു കൊഴുന്നേ അഴകോടെ ഗുരുവായൂർ ഭഗവാനെ തൊഴുന്നേ. പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 5ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ 3ാം ദിവസം മെയ് 6 ചൊവ്വാഴ്ച യജ്ഞശാലയിലെ പതിവ് പൂജകൾക്ക് പുറമെ 7 മുതൽ ഭാഗവത പാരായണം. പ്രധാന ഭാഗം നരസിംഹാവതാരം. നരനല്ല മൃഗമല്ല നരസിംഹരൂപം, രാവല്ല പകലല്ല നിറസന്ധ്യ നേരം, അകമല്ല പുറമല്ല ഉമ്മറപ്പടിയിൽ, പിന്നല്ല മണ്ണല്ല തിരുവടിത്തട്ടിൽ. 8 മണി മുതൽ 9 മണി വരെ പ്രഭാഷണം. 1 മണി മുതൽ പ്രസാദമൂട്ട്. 7:30 മുതൽ കണ്ടല്ലൂർ വടക്ക് 1058 നമ്പർ NSS കരയോഗം അവതരിപ്പിക്കുന്ന തിരുവാതിര. ചന്തമുടി വിധമാടകൾ ചാർത്തി ചന്ദനകളവം വെയിൽ തൂകി. ചന്തമുടി വിധമാടകൾ ചാർത്തി ചന്ദനകളവം വെയിൽ തൂകി. സുന്ദരി മാരണി ചേരുകയായി, സുന്ദരി മാരണി ചേരുകയായി ഈ തിരുവാതിരരാവിൽ. പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 5ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ 4ാം ദിവസമായ മെയ് 7 മേടം 24-ാം തീയതി ബുധനാഴ്ച യജ്ഞശാലയിലെ പതിവ് പൂജകൾക്ക് പുറമെ രാവിലെ 7 മണി മുതൽ ഭാഗവത പാരായണം. പ്രധാന ഭാഗം ശ്രീകൃഷ്ണാവതാരം. ഉച്ചയ്ക്ക് 1 മണി മുതൽ പ്രസാദമൂട്ട്. 4ാം ദിവസത്തെ പ്രസാദമൂട്ട് സമർപ്പിക്കുന്നത് യുവജന സമിതി 1060-ാം നമ്പർ NSS കരയോഗം കണ്ടല്ലൂർ തെക്ക്. 7:30 മുതൽ തിരുവാതിര. അവതരണം ശ്രീ ധർമ്മശാസ്ത്ര തിരുവാതിര സംഘം. ഈശ്വരവിലാസം NSS കരയോഗം നമ്പർ 1060 കണ്ടല്ലൂർ തെക്ക്. പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 5ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ 5ാം ദിവസമായ മെയ് 8 മേടം 25-ാം തീയതി വ്യാഴാഴ്ച യജ്ഞശാലയിലെ പതിവ് പൂജകൾക്ക് പുറമെ രാവിലെ 7 മണി മുതൽ ഭാഗവത പാരായണം. പ്രധാന ഭാഗം രുക്മിണി സ്വയംവരം. 1 മണി മുതൽ പ്രസാദമൂട്ട്. വൈകിട്ട് 6:30 ദീപാരാധന. 7:30 മുതൽ നൃത്തനൃത്യങ്ങൾ. അവതരണം തൃഷ സഞ്ജയ്, ആതിര വിജയ്. പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 5ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ 6ാം ദിവസമായ മെയ് 9 മേടം 26-ാം തീയതി വെള്ളിയാഴ്ച യജ്ഞശാലയിലെ പതിവ് പൂജകൾക്ക് പുറമെ രാവിലെ 7 മണി മുതൽ ഭാഗവത പാരായണം. പ്രധാന ഭാഗം കുചേലവൃത്തം. കുചേലവൃത്ത പാരായണ സമയത്ത് കണ്ണമ്പള്ളി കഥകളി യോഗം ജയകൃഷ്ണൻ അവതരിപ്പിക്കുന്ന കുചേലവൃത്ത കഥകളി ദൃശ്യാവിഷ്കാരം ഉണ്ടായിരിക്കുന്നതാണ്. 1 മണി മുതൽ പ്രസാദമൂട്ട്. 7:30 മുതൽ നൃത്തനൃത്യങ്ങൾ. അവതരണം ശിവതീർത്ഥ നാട്യഗ്രഹം പുല്ലുകുളങ്ങര.
ശ്രീവത്സാങ്കിത നന്ദകുമാരക കൃഷ്ണ കൃപാലയ ഗോവിന്ദ ഗോപീ മധുരം ലീലാമധുരം നിത്യനിരാമയനേ നീരജലോചന തൊഴുന്നേം രാധാവല്ലഭനേ ഹരേ രാമകൃഷ്ണ. പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ 5ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ 7ാം ദിവസമായ മെയ് 10 മേടം 27-ാം തീയതി ശനിയാഴ്ച യജ്ഞശാലയിലെ പതിവ് പൂജകൾക്ക് പുറമെ രാവിലെ 7 മണി മുതൽ ഭാഗവത പാരായണം, പ്രധാന ഭാഗം കൽക്കി അവതാരം, 11:30 മുതൽ പ്രഭാഷണം, 12 മുതൽ യജ്ഞസമർപ്പണം, ആചാര്യദക്ഷിണ, യജ്ഞപ്രസാദ വിതരണം, 1 മണി മുതൽ മഹാപ്രസാദമൂട്ട്. പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ 2025 മെയ് 3 മുതൽ 10 വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും ഭക്തി ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. കൃഷ്ണ കൃഷ്ണ പാഹി മാം, കൃഷ്ണ പാഹി മാം, കൃഷ്ണ കൃഷ്ണ പാഹി മാം, കൃഷ്ണ പാഹി മാം. കണ്ണനുണ്ണിയേ കൈവണങ്ങവേ വെണ്ണ പോലെ ഞാൻ ഉരുകിയോ ഹരേ. എല്ലാവിധ ശനിദോഷങ്ങളും അകറ്റുവാൻ ആചാരവിധി പ്രകാരം എല്ലാ ശനിയാഴ്ചയും ശ്രീ ധർമ്മശാസ്താവിന്റെ തിരുസന്നിധിയിൽ നടത്തപ്പെടുന്ന മഹാശനീശ്വര പൂജയുടെ 1ാം വാർഷികം മെയ് 16, 17 തീയതികളിൽ വിപുലമായ ചടങ്ങുകളോടുകൂടി നടത്തപ്പെടുന്നു. ഇതിന്റെ കൂപ്പൺ സപ്താഹ യജ്ഞവേദിയിൽ തയ്യാറാക്കിയ പ്രത്യേക കൗണ്ടറിൽ നിന്നും ലഭിക്കുന്നതാണ്. ഈ നൂറ്റാണ്ടിന്റെ മഹാസമർപ്പണം. ശാസ്താവിനൊരു കുട്ടിക്കൊമ്പൻ, ഗണേശനൊരു പിൻഗാമിയായി ക്ഷേത്രത്തിലേക്കെത്തുന്ന കുട്ടിക്കൊമ്പന് വേണ്ടി ഉദാരമായി സംഭാവന ചെയ്യുക. വടാമ്പിൽ ബാലശങ്കർ ഫ്യൂൽസ് ഏർപ്പെടുത്തിയിട്ടുള്ള ആതുര സഹായ പദ്ധതിയിൽ മാരക രോഗം ബാധിച്ച് കഷ്ടപ്പെടുന്ന കണ്ടല്ലൂർ, പത്തിയൂർ, മുതുകുളം എന്നീ പഞ്ചായത്തുകളിൽപ്പെട്ട ഒരു വ്യക്തിക്ക് നറുക്കെടുപ്പിലൂടെ ചികിത്സാ സഹായം നൽകുന്നതാണ്. എല്ലാ മാസവും ഭരണി നാളിൽ ബാലഭദ്രാദേവിക്കായി നടത്തപ്പെടുന്ന കുങ്കുമാഭിഷേകം വഴിപാടിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഭക്തജനങ്ങൾക്ക് എല്ലാ ദിവസവും നെയ്വിളക്ക് യജ്ഞശാലയിൽ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. 7 സ്വരത്തിൽ പൂക്കും താഴമ്പൂത്തളിരുകൾ പോലെ നേദിക്കുവാനായി കണ്ണനു മുൻപിൽ നേരുന്നു ഞാനെൻ സ്വരമുരളി. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രത്യക്ഷ രൂപമായ ശ്രീമദ് ഭാഗവതം ശ്രവിക്കുവാനും ഭക്തി നിർഭരമായ സപ്താഹ ചടങ്ങുകൾ ദർശിക്കുവാനും എല്ലാ ഭക്തജനങ്ങളും മെയ് 3 മുതൽ 10 വരെ പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ നടത്തപ്പെടുന്ന സപ്താഹ യജ്ഞത്തിൽ ആദ്യന്തം പങ്കെടുത്ത് ഈ ചടങ്ങുകൾ ധന്യമാക്കി തീർക്കണമെന്നും കലിയുഗത്തിലെ ജീവിത പ്രതിബന്ധങ്ങളെ അതിജീവിക്കുവാൻ ഇതിലൂടെ കഴിയട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു.